ഹായ് ഹലോ കൂട്ടുകാരെ, നമ്മളിന്ന് ഉണ്ടാക്കുന്ന ഒരു കണവ തോരൻ വയ്ക്കാൻ പോകും കേട്ടോ. അപ്പോൾ അത് കണവയെന്ന് പറയും, കൂന്തളെന്ന് പറയും. ഇതിനു മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം ഫ്രൈ ചെയ്തിട്ടിരുന്നു. അപ്പോൾ അതിന് നമുക്ക് കണവ നന്നായിട്ട് കഴുകി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക കേട്ടോ. അത് നമുക്ക് അതിലേക്ക് വെച്ചിട്ട് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം, ഒരു ശകലം ഗരം മസാല ഇട്ട് കൊടുക്കാം, അല്പം ഉപ്പും ഇട്ട് കൊടുത്ത് നമുക്ക് ഒരു ശകലം കൂടെ വെള്ളം ഒഴിച്ചിട്ട് വേഗം വയ്ക്കാം. വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇത് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അടുപ്പിൽ വെച്ച് കൊടുക്കാം. അടുപ്പിൽ വെച്ച് വേഗം വെച്ചിട്ടുണ്ട്. നല്ലവരെ വേകുമ്പോഴേക്കും നമുക്ക് അതിന് ചേർക്കേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എടുത്തിട്ട് വരാം. ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ഒരു 2-3 കഷ്ണം ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചി അയച്ചാൽ 2-3 കഷ്ണം വെളുത്തുള്ളിയും ഒരു 4-5 കഷ്ണം ചെറിയുള്ളിയും കൂടെ ചതച്ചതാണ്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടെ കൂടി വേകട്ടെ. നന്നായിട്ട് വേകുന്നിടം വരെ ഇരിക്കട്ടെ. ഇനി ഇതിന് വേണ്ടത് കുറച്ച് ഒരു 5-8 കാന്താരി, 1 സ്പൂണ് വരുന്ന പെരിഞ്ജീരകം, പെരിഞ്ജീരകം, പിന്നെ 1 കപ്പ് തേങ്ങായും നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം. നമുക്ക് ഈ അരപ്പും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് നമ്മൾ മഞ്ഞൾ ചേർത്തിട്ടുള്ളതുകൊണ്ടാണ് ഞാനിത് മഞ്ഞൾ അരച്ചിട്ടില്ല കേട്ടോ. മഞ്ഞളിട്ടാണല്ലോ നമ്മൾ വെച്ചത്. അരപ്പും കൂടെ ഒന്ന് വേകുന്നിടം വരെ ഇത് കഴിഞ്ഞിട്ട് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത് അരപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ കൊണ്ട് ഒഴിച്ചൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കിത് ഓഫ് ചെയ്യാം. ഇത് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. നല്ല അടിപൊളിയൊരു ഡിഷാണ്. കപ്പ തിന്നാനും ചോറ് തിന്നാനും ഒക്കെ അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.